ശരിക്കും ഇന്നത്തെ തലമുറയിൽ ഏത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, അതായത് ഏത് സ്റ്റാറ്റസിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതെന്ന് അറിയാമോ? നമ്മൾ വിചാരിക്കും ഹൈ ക്ലാസ് ഫാമിലിയിൽ നല്ല ഭക്ഷണവും നല്ല ഫുഡും എല്ലാ സൗകര്യങ്ങളും ഉള്ള കുട്ടികൾക്കാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യവും, അതായത് നമ്മളെ ബോണ്ട് ആരോഗ്യം അടക്കം, നമ്മൾ ഓർത്തോ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബോണ്ട് ആരോഗ്യം അടക്കം ഈ സ്റ്റാറ്റസിലുള്ള ഹൈ സ്റ്റാറ്റസിലുള്ള കുട്ടികൾക്കാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ ഒരു ഡെയിലി OP പ്രാക്ടീസിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസും ബോൺ ഇഷ്യൂസും വരുന്നത് ഈ ഹൈ ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണ്. നമ്മൾ നേരെ തെറ്റിദ്ധരിക്കും, അവർക്ക് നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും കിട്ടുന്നുണ്ട്, അപ്പോൾ അവരുടെ ആരോഗ്യമാണ് ഏറ്റവും നല്ലതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ഭക്ഷണം കഴിക്കും, അവർ ബാക്കി ടൈം ശരീരം അനങ്ങാതെ അല്ലെങ്കിൽ തടി അനങ്ങാതെ ഫാമിലിയിൽ വണ്ടിയിലും മറ്റുള്ളതൊക്കെ യാത്ര ചെയ്യും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് കുറച്ച് ടൈം ഗെയിം കളിക്കും, ബാക്കി ടൈം കിടന്നുറങ്ങും. അങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ജീവിതമാണ് അവർ. ഈ ഭക്ഷണം കഴിക്കുന്നത് പ്രോട്ടീൻ ഭക്ഷണവും കാൽസ്യം ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞാൽ ഇത് ശരീരത്തിൽ നമ്മൾ എല്ലിന് പിടിക്കണമെന്നുണ്ടെങ്കിൽ, അത് ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ലോഡിങ് വരണം. അതായത് കുട്ടികൾ കളിക്കണം, പുറത്തിറങ്ങി കളിക്കണം, വെയിൽ കൊള്ളണം. ഈ ലോഡിങ് വരണമെങ്കിൽ ചെറിയ ചെറിയ മൈക്രോ ട്രോമകൾ ബോണിന് വരണം. അതായത് ചെറിയ ജമ്പിങ് വരുമ്പോൾ ഒരു മൈക്രോ ട്രോമയാണ് അവിടെ വരുന്നത്. ഇതുപോലെയുള്ള ലോഡിങ്ങുകൾ വരുമ്പോഴാണ് ആ എല്ലിന് സ്ട്രെങ്ത് കിട്ടുന്നത്. ഇവർ ഭക്ഷണം കഴിക്കും, അതിൻ്റെ ഭാഗമായിട്ട് ഒബീസിറ്റി വരും, എല്ലിനാണെങ്കിൽ കൂടുതലായിട്ടുള്ള സ്ട്രെങ്ത് കിട്ടില്ല. നമ്മൾ വിചാരിക്കും പ്രോട്ടീനും കാൽസ്യം ഒക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ ഇവരുടെ എല്ലിന് തീരെ സ്ട്രെങ്ത് ഉണ്ടാവില്ല. ചെറിയൊരു വീഴ്ച തന്നെ ഇവർക്ക് ഫ്രാക്ചർ ഉണ്ടാക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള കുട്ടി കളിക്കുന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ഭയങ്കര കൺസേൺഡ് ആണ്. കുട്ടി പോകുമ്പോൾ എങ്ങനെയാണ് പോകുന്നത്, വണ്ടിയിൽ, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോകുമ്പോൾ വണ്ടിയിൽ അവിടുത്തെ വരെ എത്തുന്നു, അല്ലെങ്കിൽ അതുപോലെ ഒരു ട്യൂഷൻ്റെ കാര്യം, അവരുടെ മാർക്ക്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര കൺസേൺഡ് ആണ്. കുറേ മാർക്ക് കിട്ടി വലിയ നിലവാരത്തിലൊക്കെ എത്തുമായിരിക്കും, ശരിയാണ്. പക്ഷേ ഇവർക്കൊന്നും മര്യാദയ്ക്ക് എണീറ്റിരുന്ന് ഭാവിയിൽ ഇരിക്കാനോ അല്ലെങ്കിൽ നടക്കാനോ പറ്റണമെങ്കിൽ അതിനുള്ള ബോണിലുള്ള സ്ട്രെങ്ത് വേണം. അതേ പ്രാധാന്യം ഈ കുട്ടിക്ക് നമ്മുടെ എക്സസൈസ് ചെയ്യാൻ, അതായത് കളിക്കാനും വ്യായാമം ചെയ്യാനും കൊടുക്കണം. കളിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ പുറത്തിറങ്ങി തന്നെ കളിപ്പിക്കണം, വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് കളിക്കാനും നമ്മൾ അനുവദിക്കണം. അതേപോലെയാണ് നമ്മുടെ ഈ പഠനത്തിനുള്ള അതേ ഇമ്പോർട്ടൻസ് തന്നെ അതിനും കൊടുക്കണം. അത് വെറുതെ ഒരു ഉല്ലാസം മാത്രമല്ല, അവരുടെ ഓവറോൾ ജീവിതകാലം മുഴുവനുള്ള ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ബോൺ ഹെൽത്ത് എന്ന് പറയുന്നത്. ബോൺ ഹെൽത്തും മസിൽ ഹെൽത്തും ഇത് രണ്ടും നമ്മൾ ഒരു 25 വയസ്സിൻ്റെ ഉള്ളിൽ മാക്സിമം അറ്റൈൻ ചെയ്യണം. പിന്നെ അങ്ങോട്ട് കൊടുക്കലാണ്. നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റൂല. നമുക്ക് കൂട്ടിയെടുക്കുന്ന ടൈം ഈ കുട്ടിക്കാലം തൊട്ടിട്ട് ഒരു 25-30 വയസ്സ് വരെയുള്ളതാണ്. അപ്പോൾ കുട്ടികളെ തീർച്ചയായിട്ടും നമ്മൾ കളിക്കാൻ വിടണം.